ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 19ാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ 50ലധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളും ഉണ്ട്. എല്ലാം കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. എക്സാംസിന് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻസ് വരും. എല്ലാ ദിവസവും നമ്മൾ 6 മണിക്കും 7 മണിക്കും ഇടയിലായിട്ട്, അധികവും 6:45 ശേഷം ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡെയിലി കാണാം, ഡെയിലി നിങ്ങൾ പഠിക്കുക. അപ്പം ഇനി വരുന്ന എല്ലാ ലിസ്റ്റിലും നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 1848 ദത്തവകാശ നിരോധന നിയമപ്രകാരം ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? സത്താറ. 1848 ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? സത്താറ. 1861 ഇന്ത്യൻ കൗൺസിൽ നിയമത്തിന്റെ ഭാഗമായി പോർട്ട്ഫോളിയോ സംവിധാനം നടപ്പിലാക്കിയത് ആരാണ്? കാനിങ് പ്രഭു. 1861 ഇന്ത്യൻ കൗൺസിൽ നിയമത്തിന്റെ ഭാഗമായി പോർട്ട്ഫോളിയോ സംവിധാനം നടപ്പിലാക്കിയത് കാനിങ് പ്രഭു. 1862 കാനിങ് പ്രഭു കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യാത്ത മൈസൂർ മഹാരാജാവിന് പകരം ആരെയാണ് നാമനിർദ്ദേശം ചെയ്തത്? പട്യാല മഹാരാജാവ്, അതുപോലെ ബനാറസിലെ രാജാവ് സർ ദിനകർ റാവു എന്നിവരെയും നാമനിർദ്ദേശം ചെയ്തു. മൈസൂർ മഹാരാജാവിന് അദ്ദേഹം കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച നിയമം ഏതാണ്? മിന്റോ മോർലി പരിഷ്കാര നിയമം 1909. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേക നിയോജക മണ്ഡലം, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് അനുവദിച്ച നിയമം ഏതാണ്? മിന്റോ മോർലി പരിഷ്കാര നിയമം 1909. ഇന്ത്യയിൽ ഡയാർക്കി അഥവാ ഇരട്ട ഭരണ സംവിധാനം കൊണ്ടുവന്ന ഭരണ പരിഷ്കാരം ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. ഇന്ത്യയിൽ ഡയാർക്കി അഥവാ ഇരട്ട ഭരണ സംവിധാനം കൊണ്ടുവന്ന ഭരണ പരിഷ്കാരം ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്? ഹൗസ് ഓഫ് കോമൺസ്. അല്ലെ, സ്വാതന്ത്ര്യം ആർക്കാ കിട്ടേണ്ടത്? കോമൺസിനല്ലേ, കോമണേഴ്സിനാണ് കിട്ടേണ്ടത് അല്ലെ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിലാണ് ആദ്യം അവതരിപ്പിച്ചത്. സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് നിലനിൽപ്പില്ലെന്ന് വിശ്വസിച്ച നേതാവ് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. സാമ്പത്തിക ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യത്തിന് നിലനിൽപ്പില്ലെന്ന് വിശ്വസിച്ച നേതാവാണ് ഡോക്ടർ BR അംബേദ്കർ. 1946 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ലോർഡ് പെത്തിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. 1946 ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു. അപ്പം ജാലിയൻ വാലാബാഗ് പോലത്തെ വലിയൊരു പ്രശ്നം നടക്കുമ്പോഴും ഈ പ്രഭു എന്ത് ചെയ്യായിരുന്നു? ജംസ് ഒക്കെ കഴിച്ച് വളരെ ലാഘവത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓക്കെ. ഗാന്ധിജി രൂപീകരിച്ച ഓൾ ഇന്ത്യ ആൻഡ് അൺടച്ചബിലിറ്റി ലീഗ് പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഹരിജൻ സേവക് സംഘ്.
ഗാന്ധിജി രൂപീകരിച്ച ഓൾ ഇന്ത്യ ആൻഡ് അൺടച്ചബിലിറ്റി ലീഗ് പിന്നീട് അറിയപ്പെട്ടത് ഹരിജൻ സേവക് സംഘ് എന്ന പേരിലാണ്. ഐക്യം, വിശ്വാസം, ത്യാഗം, യൂണിറ്റി, ഫെയ്ത്ത്, സാക്രിഫൈസ് എന്നത് ഏത് സേനയുടെ മുദ്രാവാക്യമായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമി INA. ഐക്യം, വിശ്വാസം, ത്യാഗം എന്നത് ഏത് സേനയുടെ മുദ്രാവാക്യമായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി, ട്രേഡിംഗ് പാർട്ട്ണർ ഏത് രാജ്യമാണ്? USA. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഏത് രാജ്യമായിരുന്നു? USA. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യയുടെ സമുദ്രതീരത്തിന്റെ ആകെ നീളം ഏകദേശം എത്രയാണ്? 7516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ സമുദ്രതീരത്തിന്റെ ആകെ നീളം എത്രയാണ്? 7516.6 കിലോമീറ്റർ. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവുണ്ടായ ധാന്യം ഏതാണ്? ഗോതമ്പ്. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന വർധനവുണ്ടായ ധാന്യം ഏതാണ്? ഗോതമ്പ്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് വിപ്ലവം എന്നൊരു പേരും കൂടെ ഉണ്ട്. 1857 വിപ്ലവ സമയത്ത് മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവ സമയത്ത് മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ. ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായി തടഞ്ഞു വെക്കുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായി തടഞ്ഞു വെക്കുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ആ രീതിയിൽ ചോദ്യവും വരാറുണ്ട്. നമ്മൾ മുൻപത്തെ വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തത്? മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന വാക്യം മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പാണ്. ഹൃദയമിടിപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പ്. ഒരു ഗിഗാബൈറ്റ് ഓർ ജിഗാബൈറ്റ് GB എന്നാൽ എത്ര മെഗാബൈറ്റ് ആണ്? എത്ര MB ആണ്? 1024 MB ആണ്. ഒരു ജിഗാബൈറ്റ് ഓർ ഗിഗാബൈറ്റ് എന്നാൽ 1024 മെഗാബൈറ്റ് ആണ്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1853. ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം 1853. വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഫയർവാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നെറ്റ്വർക്ക് സുരക്ഷാ സംവിധാനം. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേമാണ് ഫയർവാൾ. ഓക്കെ. വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഫയർവാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നെറ്റ്വർക്ക് സുരക്ഷാ സംവിധാനം.
ലോക പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുന്നു? ജൂൺ 5-ന്. നിങ്ങൾക്ക് ചിലപ്പം ഈ ചോദ്യം കാണുമ്പോൾ അത്ര ഒരുപാട് എളുപ്പമായി പോയി എന്നൊക്കെ തോന്നും. 2024 ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സാം ഹാളിലത്തെ ഒരു സ്ട്രെസ് കൊണ്ട് ലോക പരിസ്ഥിതി ദിനാണോ ദേശീയ പരിസ്ഥിതി ദിനാണോ എന്നൊക്കെ സംശയം തോന്നും. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഓരോ ഉപകരണത്തെയും തിരിച്ചറിയാൻ നൽകുന്ന വിലാസം എന്താണ്? IP അഡ്രസ്, ഇന്റേണൽ പ്രോട്ടോകോൾ അഡ്രസ്. അതാണ് IP എന്നുള്ളത് ഇന്റേണൽ പ്രോട്ടോകോൾ ആണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഓരോ ഉപകരണത്തെയും തിരിച്ചറിയാൻ നൽകുന്ന വിലാസമാണ് IP അഡ്രസ്. ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? അഹമ്മദാബാദ് മിൽ സമരം. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ജനസാന്ദ്രത. നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചിട്ടുണ്ട് ബീഹാറിനെ കുറിച്ച്, അല്ലെ? അപ്പം ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ജനസാന്ദ്രത, പോപ്പുലേഷൻ ഡെൻസിറ്റി. നഗരപ്രദേശങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മിഷൻ ഏതാണ്? കുടുംബശ്രീ മിഷനാണ്. ദേശീയ നഗര ഉപജീവന മിഷൻ NULM. അതും കൂടെ ഓർത്തു വെക്കണം. നഗരപ്രദേശങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മിഷൻ കുടുംബശ്രീ മിഷൻ, ദേശീയ നഗര ഉപജീവന മിഷൻ NULM. കമ്പ്യൂട്ടറിലെ ഡാറ്റാ ബേസിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? ടേബിൾ. കമ്പ്യൂട്ടറിലെ ഡാറ്റാ ബേസിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? ടേബിൾ. ഒരു വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഒരു വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഫയലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ഉത്തരവാദിത്തമുള്ള അതോറിറ്റി ഏതാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിന് ഉത്തരവാദിത്തമുള്ള അതോറിറ്റി ഏതാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1993 ഏപ്രിൽ 24. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ 24. ഗവൺമെന്റ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്? ഗവേണൻസ്. ഗവൺമെന്റ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് GPR എന്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്? ഗവേണൻസിന്റെ ഭാഗമായി. ഒരു കമ്പ്യൂട്ടറിന് ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ കഴിയുന്നതിനെ എന്ത് വിളിക്കുന്നു? മൾട്ടി ടാസ്കിംഗ്. ഒരു കമ്പ്യൂട്ടറിന് ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ കഴിയുന്നതിനെ എന്ത് വിളിക്കുന്നു? മൾട്ടി ടാസ്കിംഗ്. കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ SQL എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ SQL എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ഈർപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ.
ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. പച്ചക്കറികൾ അമിതമായി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ സി. പച്ചക്കറികൾ അമിതമായി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം കണ്ടക്ടർ ഏതാണ്? വെള്ളി, സിൽവർ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകമാണ് വെള്ളി. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ആസ്ഥാനം എവിടെയാണ്? ജനീവ. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ. ഓക്കെ, അപ്പം ജനനം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എന്നൊക്കെ ആ ഒരു അക്ഷരമൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യാം. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ FAOയുടെ ആസ്ഥാനം എവിടെയാണ്? റോം. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം. അന്താരാഷ്ട്ര വർണ്ണ വിവേചന വിരുദ്ധ വർഷമായി ഇന്റർനാഷണൽ ആന്റി അപ്പാർത്തീഡ് ഇയർ ആചരിച്ചത് ഏത് വർഷമാണ്? 1978. അന്താരാഷ്ട്ര വർണ്ണ വിവേചന വിരുദ്ധ വർഷമായി ആചരിച്ചത് 1978. അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? 1968. അന്താരാഷ്ട്ര മനുഷ്യാവകാശ വർഷമായി ആചരിച്ചത് 1968. കേരള ചരിത്രത്തിലെ വർഗീകരിക്കാത്ത വിജ്ഞാനകോശം അൺക്ലാസിഫൈഡ് എൻസൈക്ലോപീഡിയ എന്ന് MGS നാരായണൻ വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ്? KP പത്മനാഭ മേനോന്റെ കേരള ചരിത്രം 4 വാല്യങ്ങൾ. കേരള ചരിത്രത്തിലെ വർഗീകരിക്കാത്ത വിജ്ഞാനകോശം എന്ന് MGS നാരായണൻ വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ്? KP പത്മനാഭ മേനോന്റെ കേരള ചരിത്രം. ബംഗാളിലെ സർ വാൾട്ടർ സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളിലെ സർ വാൾട്ടർ സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ജോസഫ് മസീനി, ഗ്യൂസെപ്പ ഗാരിബാൾഡി എന്നിവരുടെ ജീവചരിത്രം ഉറുദുവിൽ എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. ജോസഫ് മസീനി, ഗ്യൂസെപ്പെ ഗാരിബാൾഡി എന്നിവരുടെ ജീവചരിത്രം ഉറുദുവിൽ എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി 58 ദിവസം നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി ആര്? A. പൊയ്കേൽ യോഹന്നാൻ, B. പോറ്റി ശ്രീരാമലു, C. പട്ടാഭി സീതാരാമയ്യ, D. KM പണിക്കർ. ചോദ്യം 2. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് എന്നാണ്? ഓപ്ഷൻ A. 1789 ജൂലൈ 14, B. 1688 ജൂൺ 20, C. 1789 ജൂൺ 20, D. 1953 ഒക്ടോബർ 1. ചോദ്യം 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അല്ലെങ്കിൽ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ A. A.O. ഹ്യൂം, ഓപ്ഷൻ B. W.C. ബാനർജി, C. ലോർഡ് ഡഫറിൻ, D. സർദാർ KM പണിക്കർ. ചോദ്യം 4. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? ഓപ്ഷൻ A. രക്തരഹിത വിപ്ലവം, ഓപ്ഷൻ B. അമേരിക്കൻ വിപ്ലവം, ഓപ്ഷൻ C. ഫ്രഞ്ച് വിപ്ലവം, ഓപ്ഷൻ D. റഷ്യൻ വിപ്ലവം. നിങ്ങൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് ഉത്തരം എഴുതണം. കമൻസ് ആയിട്ട് എഴുതിയാൽ മതി. ഞാനൊരു പിൻഡ് കമൻറ്റ് സെറ്റാക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ശരിയാണോ എന്നുള്ളത്. ഞാൻ എന്തായാലും വന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ലൈക്ക് തരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.
എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ക്ലാസ് നാളെ 6:45 ശേഷം എന്നാൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.